ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ യൂണിറ്റ് ഫസ്റ്റ് ലൈവ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് അഥവാ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. ദ ബെൽ റാങ്. ഇറ്റ് ഈസ് ദ ബയോളജി പീരീഡ് നൗ. മനു, ദ ക്ലാസ് ലീഡർ, പീപ്ഡ് ഔട്ട് ടു ദ വെരാന്ത ആൻഡ് സെഡ്, ടീച്ചർ ഈസ് കമ്മിങ്. ഷീ ഹാസ് സംതിങ് ഇൻ ഹെർ ഹാൻഡ് ടു. ബെല്ലടിച്ചു അല്ലേ? ജീവശാസ്ത്ര പീരീഡാണ്. ക്ലാസ് ലീഡറാണ് മനു ഇടയ്ക്കിടയ്ക്ക് വരാന്തയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ടീച്ചർ വരുന്നുണ്ട്. കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അത് മനു അപ്പോൾ തന്നെ ക്ലാസ്സിൽ എത്തിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ഹർ യൂഷ്വൽ വേ. ഷീ ഓൾവേസ് ക്യാരീസ് സം മെറ്റീരിയൽസ് ഇൻ ഹെർ ഹാൻഡ്. വാട്ട് ഈസ് ഷീ ബ്രിങ് ടുഡേ? എവരി വൺ ബിക്കെയിം ആങ്ഷ്യസ്. ടീച്ചർ അങ്ങനെയാണ്, എപ്പോഴും കയ്യിൽ എന്തെങ്കിലുമൊക്കെ സാമഗ്രികൾ കാണും. ഇന്ന് എന്തായിരിക്കും കൊണ്ടുവരുന്നത്? എല്ലാവർക്കും ആകാംക്ഷയായി. സാധാരണ ബയോളജി ടീച്ചർമാർ അങ്ങനെയാണല്ലേ? എല്ലാ സ്കൂളുകളിലും അങ്ങനെ തന്നെയാണ്. കാരണം ബയോളജി ടീച്ചർമാർ നമ്മളെ കുറേ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു തരും. അങ്ങനെയുള്ള ടീച്ചർമാരാണ് ബയോളജി ടീച്ചർമാർ. ഒരുപാട് കാര്യങ്ങൾ പരീക്ഷണങ്ങൾ കാണിച്ചു തരുന്ന ടീച്ചർമാരിൽ ഒരാളാണ് ബയോളജി ടീച്ചർ. When the teacher entered the class, Rahana said in a loud voice, I know it. Isn't it a microscope? ടീച്ചർ ക്ലാസ്സിലേക്ക് കയറിയതും രഹന വിളിച്ചു പറഞ്ഞു, ഇതെനിക്കറിയാം, മൈക്രോസ്കോപ്പ് അല്ലേ. ആൻഡ് വാട്ട് ഈസ് ഇൻ യുവർ അതർ ഹാൻഡ് മാഡം? ഐ വിൽ ടെൽ യു. The teacher placed the microscope on the table and gave the other materials to Meenu. ടീച്ചർ മൈക്രോസ്കോപ്പ് മേശപ്പുറത്ത് വച്ചു. എന്നിട്ട് കയ്യിലിരുന്ന വസ്തുക്കൾ മീനുവിന് കൊടുത്തു. മാഡം, ഈസ് ഇറ്റ് ദ റൂട്ട് ഓഫ് എ പ്ലാന്റെയിൻ? ഇത് വാഴയുടെ വേരല്ലേ ടീച്ചറെ? എല്ലാവരുടെയും പുസ്തകം ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. മനുവും ടീച്ചറും മീനും ഒക്കെ അവിടെ പരീക്ഷണങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെൽ, ഡോണ്ട് യു നോ ദാറ്റ് ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്? ലെറ്റ്സ് ഒബ്സർവ് ദ സെൽസ് ഇൻ ദ റൂട്ട് ഓഫ് പ്ലാന്റെയിൻ ത്രൂ ദിസ് മൈക്രോസ്കോപ്പ്. അതെ, ഇത് വാഴയുടെ വേര് തന്നെയാണ്. എല്ലാ ജീവികളുടെയും ശരീരഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് നമുക്ക് വാഴയുടെ വേരിലെ കോശങ്ങളെ നിരീക്ഷിക്കാം. അതിനാണ് ഈ മൈക്രോസ്കോപ്പ്. ഡോണ്ട് യു റിമെമ്പർ ഹാവിങ് ഒബ്സർവ്ഡ് ഓണിയൻ സെൽസ്? ഉള്ളിയിലെ കോശങ്ങളെ നിരീക്ഷിച്ചത് ഓർമ്മയുണ്ടല്ലോ. സിമിലർലി, അറേഞ്ച്മെൻറ്റ്സ് ഷുഡ് ബി മെയ്ഡ് ടു ഒബ്സർവ് ദ സെൽസ് ഇൻ ദ റൂട്ട് ഓഫ് പ്ലാന്റെയിൻ. ഓൾ റിക്വയർഡ് മെറ്റീരിയൽസ് ആർ ദെയർ ഇൻ ദ ബോക്സ്. ഹൂ വിൽ ഡു ദിസ്? അതുപോലെ വാഴയുടെ വേരിലെ കോശങ്ങളും നിരീക്ഷിക്കാൻ വേണ്ട ക്രമീകരണം ഒരുക്കണം. ഒരുപാട് ക്രമീകരണങ്ങളൊക്കെ വേണം. അതിന് കുറച്ച് ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് വേണ്ട സാമഗ്രികളെല്ലാം തന്നെ ടീച്ചറിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, ആരാണ് ഇത് ചെയ്യുക? ഐ വിൽ ഡു മാഡം. മനു came forward enthusiastic. He took the section of the root using a blade, placed it on a slide and observed it through the microscope. ഞാൻ ചെയ്യാൻ ടീച്ചറെ. മനു ഉത്സാഹത്തോടെ മുന്നോട്ട് വന്നു. ക്ലാസ് ലീഡറാണ് മനു. ബ്ലേഡ് കൊണ്ട് വേരിൻ്റെ ഛേദമെടുത്ത്, വേരിനെ രണ്ടായിട്ട് മുറിച്ച് തീരെ ചെറിയ ഛേദമെടുത്തിട്ട് സ്ലൈഡിൽ വെച്ചു. മൈക്രോസ്കോപ്പിലൂടെ നോക്കി. നത്തിങ് കുഡ് ബി സീൻ. Then he turned the knob of the microscope. Feeling disappointed, he said, No teacher, nothing is visible. ഒന്നും കാണാനാവുന്നില്ല. മൈക്രോസ്കോപ്പിൻ്റെ നോബ് വീണ്ടും തിരിച്ചു നോക്കി ഒടുവിൽ നിരാശയോടെ പറഞ്ഞു, ഇല്ല ടീച്ചറെ, ഒരു രക്ഷയുമില്ല, ഒന്നും കാണുന്നില്ല. നിങ്ങളും അങ്ങനെ തന്നെയാണല്ലേ? നിങ്ങളും അങ്ങനെ പറയാറില്ലേ ടീച്ചറിനോട്? മനു, why were Manu's attempts a failure? Can you help him? മനുവിൻ്റെ ശ്രമം പരാജയപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് മനുവിനെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? For this, you must know how to operate a microscope and prepare materials for observation. അതിന് മൈക്രോസ്കോപ്പ് കൈകാര്യം ചെയ്യാനും നിരീക്ഷണ വസ്തു തയ്യാറാക്കാനും അറിയണ്ടേ? Let's familiarize ourselves with the microscope. Observe the microscope with the help of our teacher and identify the following parts of their use.
The parts of microscopes: eyepiece, knob, objective lens, stage and clip, condenser, mirror. നമുക്ക് മൈക്രോസ്കോപ്പിനെ ഒന്ന് അടുത്ത് പരിചയപ്പെട്ടാലോ? നമ്മുടെ അധ്യാപകരുടെ സഹായത്തോടെ മൈക്രോസ്കോപ്പ് നിരീക്ഷിച്ച് നമുക്ക് താഴെ പറയുന്ന ഭാഗങ്ങളും അവയുടെ ഉപയോഗം തിരിച്ചറിയാം. ഐപീസ്, നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസർ, മിറർ. ഇനി മൈക്രോസ്കോപ്പ് കണ്ടിട്ടില്ലാത്തവർക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ മൈക്രോസ്കോപ്പ് കാണാവുന്നതാണ്. അതിൻ്റെ ഭാഗങ്ങളും അവിടെ കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. എല്ലാവരും കണ്ടല്ലോ അല്ലേ? The function of a microscope is to magnify object, isn't it? Lenses are fixed in the microscope for this purpose. Name the part where lenses are fixed. മനുവിന് എന്തുകൊണ്ടായിരിക്കും അത് കാണാൻ പറ്റാത്തതെന്ന് കണ്ടുപിടിച്ചോ? കണ്ടുപിടിക്കാൻ പറ്റിയവർ താഴെ കമൻ്റ് ഇട്ടോളൂ കേട്ടോ. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ കാരണം എന്താണ്. Why were Manu's attempts a failure? Increased thickness of the cross section. അതായത് നമ്മൾ വാഴനാരെടുത്ത് അതിൻ്റെ ഛേദം എടുത്താണല്ലോ സ്ലൈഡിൽ വയ്ക്കുക. അപ്പോൾ സ്ലൈഡിൽ വയ്ക്കുന്ന ആ വാഴനാരിൻ്റെ ഛേദത്തിൻ്റെ കനം കൂടിപ്പോയതുകൊണ്ട് അല്ലെങ്കിൽ കട്ടി കൂടുതലായതുകൊണ്ട് ദ ക്രോസ് സെക്ഷൻ ഹാസ് നോട്ട് ബീൻ സ്റ്റെയിൻഡ് പ്രോപ്പർലി. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ക്രോസ് സെക്ഷൻ കൃത്യമായിട്ട് സ്റ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് സ്റ്റെയിൻ ചെയ്യപ്പെടാത്തതുകൊണ്ട്. സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പേനകളിലൊക്കെ ഉപയോഗിക്കുന്ന മഷി പോലെയുള്ള ഒരു വസ്തുവാണ് സ്റ്റെയിന്. അത് നമ്മുടെ സെല്ലുകളെ കളർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. അത് കളർ ചെയ്യുന്നതിന് സ്റ്റെയിൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എ ക്ലിയർ വിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് പോസിബിൾ ബൈ സ്റ്റെയിനിങ് ദ സെൽ. ഈ സെല്ല് സ്റ്റെയിൻ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഈ സെല്ലിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ നന്നായി വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡിഫറെൻറ്റ് പാർട്സ് ആർ സ്റ്റെയിൻഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. പല പാർട്സും പല തരത്തിലാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുക. പിന്നെ ഒരു കാരണമെന്ന് പറയുന്നത് ദ ഒബ്ജക്റ്റ് മേ നോട്ട് ബി ഫോക്കസ്ഡ് പ്രോപ്പർലി ഇൻ ദ മൈക്രോസ്കോപ്പ്. അതായത് അതിൻ്റെ വച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരിക. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് മനുവിന് ആ സെല്ലിനെ കാണാൻ പറ്റാതെ പോയത്. കണ്ടുപിടിക്കാത്തവരൊട്ടും വിഷമിക്കേണ്ട. ഇതാണ് മനുവിന് അത് കണ്ടെത്താൻ പറ്റാതെ. ഫ്രണ്ട്സ്, നമുക്കിനി മൈക്രോസ്കോപ്പിനെ പറ്റി ഒന്ന് വിശദമായി പഠിച്ചാലോ? ലെറ്റ്സ് ഫെമിലിയറൈസ് ourselves with the microscope. മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് 6 പാർട്സ് ഉണ്ട്. ഐപീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, ലാസ്റ്റ് വൺ ഈസ് മിറർ. മൈക്രോസ്കോപ്പിന് 6 ഭാഗങ്ങളുണ്ട്. ഐപീസ്, നോബുകൾ, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജും ക്ലിപ്പും, കണ്ടൻസറും, അവസാനമായിട്ട് മിറർ. ഐപീസ് എന്ന് പറയുന്നത് ദ ഇമേജ് ഈസ് ബ്രോട്ട് ടു ദ ഫോക്കസ് ഓഫ് ദ ഐ. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ത്രൂ ദിസ്. ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ഈസ് മാഗ്നിഫൈഡ്. കാണുന്ന ആ ചിത്രം കണ്ണിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിലൂടെ നിരീക്ഷിക്കപ്പെടുകയും ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആ ചിത്രം പതിയുന്നത് വലുതായിട്ടായിരിക്കും. ഐപീസിലൂടെ നമ്മൾ നോക്കുമ്പോൾ അത് നമ്മുടെ കണ്ണിൽ പെടുകയും അതിലൂടെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുകയും അത് വലുതായിട്ട് നമുക്ക് കാണാനും ഐപീസ് നമ്മളെ സഹായിക്കുന്നു. നോബ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ദ ഫോക്കസ്. നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ
ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ക്രമീകരിക്കുന്നതിന്, അതായത് മൈക്രോസ്കോപ്പിൻ്റെ ലെൻസിൻ്റെ പവർ വെച്ചിട്ട്, അതായത് അതിൻ്റെ ആ ലെൻസിൻ്റെ പവർ വെച്ചിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോബുകൾ ഉപയോഗിക്കുക. ഇനി ഒബ്ജക്റ്റീവ് ലെൻസ്, ലൈറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം ദ ഒബ്ജക്റ്റ്, ഇറ്റ് ക്രിയേറ്റ്സ് എ മാഗ്നിഫൈഡ് ഇമേജ്. വസ്തുവിൽ നിന്ന് പ്രകാശം ലഭിക്കുന്നു, അതിലൂടെ അതൊരു വലിയ ചിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്റ്റേജ് ആൻഡ് ക്ലിപ്പാണ് അടുത്തത്. ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സ്റ്റേജ് ആൻഡ് ഫിക്സ്ഡ് ബൈ ദ ക്ലിപ്പ്. വസ്തു സ്റ്റേജിൽ നമ്മൾ വയ്ക്കുകയും ക്ലിപ്പ് വച്ച് അതിനെ നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യും. ഇനി അടുത്തത് കണ്ടൻസറാണ്. Condenser enclose the lens which concentrate light rays towards the objects. കണ്ടൻസർ ലെൻസിനെ ഉൾക്കൊള്ളുന്നു. അതിൽ പ്രകാശകിരണങ്ങൾ വസ്തുവിന് നേരെ കേന്ദ്രീകരിക്കാനാണ് നമ്മളെ സഹായിക്കുക. അത് കണ്ടൻസർ ലെൻസിനെ ഉൾക്കൊള്ളുന്നുണ്ട്. കണ്ടൻസർ ലെൻസിനെ ഉൾക്കൊള്ളുകയും അത് പ്രകാശകിരണങ്ങളെ വസ്തുവിന് നേരെ കേന്ദ്രീകരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഇനി മിറർ നമ്മളെ സഹായിക്കുക. ദ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ടുവാർഡ്സ് ദ ഒബ്ജക്റ്റ്. പ്രകാശം വസ്തുവിന് നേരെ പ്രതിഫലിപ്പിക്കാനാണ് നമ്മൾ മിറർ ഉപയോഗിക്കുക. അങ്ങനെ 6 പാർട്സാണ് മൈക്രോസ്കോപ്പിനുള്ളത്. ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, മിറർ. ഐ പീസ് എന്ന് പറയുന്നത് ഇമേജ് ബ്രോട്ട് ടു ദ ഫോക്കസ് ഓഫ് ദ ഐ. It is observed through this. The image formed by the objective is magnified. ഐ പീസ് ചിത്രം നമ്മുടെ കണ്ണിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് നമുക്ക് അതിലൂടെ നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ആ നിരീക്ഷിക്കപ്പെടുന്ന രൂപത്തെ നമ്മൾ വലുതായി കാണിക്കാനാണ് ഐ പീസ് ഉപയോഗിക്കുക. നോബ് അതിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഫോക്കസ് ക്രമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രീകരിക്കുക, വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോബ് ഉപയോഗിക്കുക. വസ്തുവിലേക്ക് അതിൻ്റെ ഫോക്കസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോബ് ഉപയോഗിക്കുക. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് വസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രകാശം ലഭിച്ച് അത് ഒരു വലിയ ഇമേജിനെ അവിടെ ഫോം ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ വലിയ ഇമേജിനെ അവിടെ നിർമ്മിക്കുന്നു. കണ്ടൻസർ ലെൻസിനെ ഉൾക്കൊള്ളുന്നു. അത് പ്രകാശകിരണങ്ങൾ വസ്തുവിന് നേരെ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് എന്ന് പറയുന്നത് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ സ്റ്റേജ് ആൻഡ് ഫിക്സ്ഡ് ബൈ ദ ക്ലിപ്പ്. നമ്മൾ വസ്തുവിനെ സ്റ്റേജിൽ വയ്ക്കുകയും ക്ലിപ്പ് കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മിറർ ആണെങ്കിൽ ദ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ടുവാർഡ്സ് ദ ഒബ്ജക്റ്റ്. പ്രകാശം ആ വസ്തുവിന് നേരെ പ്രതിഫലിപ്പിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി